അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഒരിട്ട കാണാൻ നോക്കി നിൽക്കില്ലേ താത്തം കയറി പറ്റാം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, പിന്നെ നമ്മൾ ഞങ്ങളെ ഇതെന്നാടി ചോദിച്ചേ? കാലത്ത് ഇവിടെ പ്രാർത്ഥനയൊന്നും ഇല്ലേ? എല്ലാത്തിനും ഞാൻ വരണമായിരിക്കും. നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ അമ്മായി. ഇവിടെ ചാച്ചൻ തൊട്ടത്തിന്ന് കയറി വരുന്നതാ പതിവ്. അല്ല, പിള്ളേരെ പറഞ്ഞിട്ട് തന്നെ കാര്യം. ആഹാ, മതി മതി നിന്റെ കുമ്പിടിയിലൊക്കെ. ഒന്ന് എണീറ്റ് മുട്ട കുത്തിന്ന് പ്രാർത്ഥിച്ചേ. ഈ സുന്ദരികോതയുടെ കുഞ്ഞുമോന്ത സ്വർഗത്തിലെ മാലാകന്മാരൊക്കെ കാണട്ടെ. അയ്യേ, ഈ ഈളയൊക്കെ തൂത്ത് കളഞ്ഞിട്ട് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങളുടെ ചേനങ്കിരി അമ്മച്ചിക്ക് നല്ല ആരോഗ്യം കൊടുക്കണമേ. 100 വർഷം കൂടി ഇഞ്ചിമുട്ടയെ തിന്നാനേ, പല്ലിന് പലവും കണ്ണിന് കാറ്റും കൊടുക്കണേ. ഞങ്ങളുടെ ചാച്ചൻ നല്ല ആരോഗ്യം ബലമൊക്കെ കൊടുക്കണേ. യേശുപ്പച്ചോ, തൊട്ടിലൂടെയൊക്കെ നടക്കുമ്പോ അമ്മും പഴുതാനും കൊത്തളൊക്കെ അടിക്കാതെ കാത്തുകൊള്ളണമേ. പാടുന്നു ഗീതങ്ങൾ വെളുപ്പിന് അമ്മായി അവിടെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ പാട്ടും കൂടി ആകുമ്പോ രണ്ടും കൂടി അങ്ങ് എടുത്തോളൂല്ലോ. ചെല്ലപ്പണ്ണന് നേരത്തെ ആണല്ലോ. കണ്ടമാനം അങ്ങ് വെളുക്കാൻ നിന്നാല് വല്ല അവന്മാര് വിട്ടേച്ച് പോകുന്നത് ചവിട്ടിയേച്ച് വേണം ബില്ല് നടക്കാൻ. ഇപ്പഴാണേല് അട്ടയെ പേടിച്ചാ മതിയല്ലോ. വെള്ളം കയറി കഴിഞ്ഞാൽ ഇവളുമാര് ചൊരത്തങ്ങ് നിർത്തും. കടുമ്പട്ടാകാറായില്ലയോ? ഇനിയിപ്പം മച്ചി പശുക്കട അകടെ പിടിച്ച് വലിക്കുന്ന പോലെ ഉള്ളൂ. കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെ റബ്ബറിന് വില കൂടിയപ്പം നമുക്കൊട്ട് നാല് ഏതോ എംബോക്കികൾ തൂറാൻ കയറിയിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് വന്നേടാ. എടാ, നിന്റെ അപ്പാപ്പൻ അല്ലയോടാ ഇരുന്ന് തൂർന്നത്? നിന്റെ ആ കൊടയപ്പച്ചൻ ഇന്നും കൊണ്ട് അയാളുടെ പരിപാടി ഞാൻ തീർത്തേ. എടാ, നല്ല ഒന്നാം തരം ടൈറ്റ്സ് ഒട്ടിച്ച കക്കൂസ് വീട്ടിലുണ്ടായിട്ടും വല്ലോന്റെയും പരിയത്തെ ദൂരത്തുള്ളെന്ന് വെച്ചാൽ ഇയാൾക്ക് വലിയ പറമ്പ്. വിട്ട് കളഞ്ഞല്ല പെണ്ണ, പ്രായ മനുഷ്യരിലെ ഓരോരോ ശീലങ്ങളാ. എന്താ ശീലങ്ങളാ ഇതൊക്കെ ദുശീലങ്ങളാ. അപ്പാപ്പോ, രാവിലെ ചരക്കിറക്കിയത് എങ്ങോട്ടാ ഓടുന്നേ? നിന്റെ അമ്മയ്ക്ക് പെണ്ണ് കാണാൻ. ഓ, കെട്ടിയാൻ എന്തെങ്കിലും ഒരു താന്നും തരം കാട്ടിയാ കൂട്ടിനിഴും ചിരിക്കാനൊരുത്തി. നീ എന്തിനാടാ കാലത്തെ പഴങ്ങഞ്ഞു പോന്തെന്ന്? വേറൊന്നും ഇല്ലാന്നിട്ടാ? ചെറുപ്പം മുതലുള്ള ഓരോ ശീലങ്ങളല്ലേ. അതേടാ, അങ്ങനെ ഓരോരുത്തരും ശീലങ്ങളാ അതൊക്കെ. ഞാൻ എന്തിനാ 2-3 മാസം കൂടുമ്പോ ഈ വള്ളവും വണ്ടിയൊക്കെ പിടിച്ച് ചേന്നങ്കരി ഇങ്ങോട്ട് ഈ മല കയറുന്നേ? കെട്ടിച്ചുട്ട കാലം മുതൽ അതിന് ശീലമായി പോയി. അല്ലാതെ അവിടെ കാപ്പിയും കുരുമുളകും ഒന്നും തീർന്നിട്ടല്ല. കണ്ടടാ, വന്ന് കയറുന്നതിന് മുമ്പ് അവളുടെ കറ്റി വെച്ച് വർത്താനം കേട്ടില്ലേ? അതടി, കാപ്പിയും കുരുമുളകും ഗ്രാമ്പും ഒക്കെ കൊണ്ടുവന്ന് തന്നെയാ വന്നത്. ആരുടെ ഓച്ചാരത്തിനൊന്നും അല്ലല്ലോ. എന്റെ അപ്പനും ഞങ്ങളെ കണ്ട മുതലാടി. എന്റെ അമ്മായി അവള് ചുമ്മാ വല്ലതും പറഞ്ഞോന്ന് വെച്ച് അമ്മായിയുടെ വായിലെ പഴംപുരാണം കേൾക്കാൻ വേണ്ടി അവള് ചുമ്മാ ചൊറിഞ്ഞോണ്ട് വരുന്നില്ലയോ? അതേടാ, എന്റെ ആങ്ങളുണ്ടായിരുന്നെങ്കിലേ അവിടുന്ന് ഇവിടുന്ന് കയറി വന്ന അവളുമാര് ഇങ്ങനെ കയറി ചൊറിയുമായിരുന്നോ? എന്നാ അവിടുന്ന് ഇവിടുന്ന് ഒന്നും കയറി വന്നൊന്നുമല്ല. കടുത്തുരുത്തിയില്ല, നല്ല ഒന്നാം തരം കുടുംബത്തിൽ നിന്ന് തന്നെയാ. എന്നാ പിന്നെ നീ കൂടെ അങ്ങ് തുടങ്ങും. എന്റെ കുടുംബത്തിൽ 2 മെത്രാനുണ്ട്, ഒരു കപ്പിയാറുണ്ടെന്നൊക്കെ. എടി ചുമ്മാ അതൊന്നും പറഞ്ഞ് നേരങ്ങളെ പിള്ളേരെ വല്ലതും കൊടുത്ത് ഒരുക്കാൻ നോക്ക്. ഇന്ന് പള്ളിക്കുടുത്തി പുസ്തകം മേടിക്കാൻ പോകുന്ന ദിവസമാണ്. എന്നാ മോനെ? Uncle, Daddy told you have to come there. എന്നാ മോനെ? Daddy is calling you. ഇതേതാടാ ഈ സാഹിബിന്റെ കൊച്ച്? കിഴക്കേല നമ്മുടെ അമേരിക്കയിലുള്ള ജോസൂട്ടിയുടെ മോനാ. എന്നാ മോനെ? Daddy is waiting. എന്നതാടി കൊച്ചൻ പറയുന്നേ? ഇനി അപ്പാപ്പന്റെ തലയിലോ മറ്റോ ആണോ ഏറ് കൊണ്ടത്? മോനെ, അപ്പച്ചനെ കൊടയപ്പച്ചന് വല്ലതും പറ്റിയായിരുന്നോ? Yeah, കൊടയപ്പച്ചൻ is creating some problems. എന്റെ മാതാവ്, ഇതാകെ കുഴപ്പമാവൂല്ലോ. അതിനെറിഞ്ഞത് ചാച്ചനൊന്നും അല്ലല്ലോ, ആ ചെല്ലപ്പണനല്ലോ. അത് ശരിയാ. എന്നാലും ഒരെന്നാലുമില്ല. ചാച്ചൻ ചെന്നാ ജോസൂട്ടിയോട് നടന്ന കാര്യം ഒന്ന് പറ. ഇതിപ്പോ അവനും കൂടി നാണക്കേടുണ്ടാക്കുന്ന കാര്യം. ഞാൻ പറഞ്ഞ പോലെ കളി കാര്യമായല്ലോ. എടാ മോനെ സായിപ്പൂട്ടി, ഇങ്ങോട്ട് വന്നേ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങോട്ട് വാ. എന്താ മോന്റെ പേര്? അലക്സാണ്ടർ. സായിപ്പൂട്ടിക്ക് മലയാളം അറിയാം. അലക്സാണ്ടർ ചക്രവർത്തി ഇഞ്ചിമുട്ടായി തിന്നിട്ടുണ്ടോ?
ചേന്നങ്കരി ചന്തയിലെ ചേണായുടെ സ്പെഷ്യൽ സാധനം. അമ്മച്ചി പറഞ്ഞു കൊതിപ്പിച്ചല്ലാതെ ഒരെണ്ണം പോലും ഞങ്ങക്ക് തന്നില്ലോ. ആ നീയൊക്കെ പോയി പല്ല് തേച്ച് നല്ല കണ്ണാടി പോലെ വെളുപ്പിച്ചോണ്ട് വാ. തിന്നോ തിന്നോ, നല്ല രസാ. മോളെ ഇത്തിരി വെള്ളം ഇങ്ങെടുക്ക്. ഒരു ഇഞ്ചി മുട്ടായി തിന്നാൻ കേൾപ്പില്ലാത്ത തായിപ്പോ. ഇതിനാ പറയുന്ന ഇഞ്ചി തിന്ന കൊരങ്ങന്ന്. എന്റെ അമ്മായി ഇനി ആ കൊച്ചിനെ കരയിപ്പിക്കാൻ കൂടെ ചെയ്യാതെ ഞാൻ അതിന് സമാധാനം പറയേണ്ടി വരും. എന്നെ കാണാൻ ഒത്തിരി അങ്ങ് വൈകിയ. നീ ആ പിള്ളേരെ വിട്ട് എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞ് എന്നെ കുളിപ്പിച്ചേക്കണം കേട്ടോ. ആ കൊടയും കൂടി അങ്ങ് എടുത്തു. അപ്പനിത് എന്നാ എനക്കേടാ? എനിക്കൊരു ഏനക്കേടുമില്ല നീ വിചാരിക്കും പോലെ. എൻ്റെ കുട എവിടെ പോയി? പോട്ടെ. ഫസ്റ്റ് ട്രിപ്പിനുള്ള ജീപ്പ് കിട്ടിയില്ലെങ്കിൽ അങ്ങ് കോതമംഗലത്ത് എത്തുമ്പോഴേക്കും മണി ഉച്ചയാകും. പെണ്ണ് കാണാൻ ചെന്നിടത്തുനിന്ന് ഊണ് കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് മാനക്കേടല്ലേ? ആഹാ, അപ്പൊ മാനക്കേടൊക്കെ ഉണ്ടല്ലേ? അതുപോലെ തന്നെ 10-65 വയസ്സുള്ള തന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന അറിഞ്ഞാലേ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഉണ്ട് മാനക്കേട്. മാനക്കേടിന്റെ കാര്യമൊന്നും ആരും അത്ര വിസ്തരിക്കൊന്നും വേണ്ട. മോനിച്ചാൻ രണ്ടിലൊന്ന് തീരുമാനിച്ച ചപ്പൻ ഇറങ്ങിയാ മതി. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവനാരാടാ? മാതാവേ, ഇത് മലയോടിഞ്ഞ് കുരിശു വരുവാന്നല്ലോ. എന്താ മോനിച്ചായ, ഞങ്ങളുടെ അപ്പനിത് എന്തോന്നിന്റെ അസുഖം? ഏയ്, അപ്പാപ്പന് അസുഖമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ പഴയ ആളുകളല്ലേ, പണ്ട് മുതലേ ഉള്ള ഓരോ ശീലങ്ങളാ. എന്നാ വർത്താനായത്? മോനിച്ചാൻ ഇത് എന്നായി പറയുന്നേ? ഞങ്ങളുടെ അമ്മ പോയിട്ട് 10-20 കൊല്ലമായി. ആ നല്ല പ്രായത്തിൽ തോന്നാത്ത ശീലവും പൂതിയാണോ അപ്പനിപ്പോ? എന്റെ ജോസേ, ഞാൻ പറഞ്ഞത് ആ പൂതിയല്ല. എടാ, അവൻ കാര്യം പറയാണ്ട് കിടന്ന് ദമ്പ വെക്കുക. നമ്മുടെ രൂപതയുടെ ജൂബിലിക്ക് നടത്തിയ ധ്യാനയോഗത്തിൽ വെച്ച് ഞാൻ കോതമംഗലത്ത് കാര്യം ചേർത്തിയെ പരിചയപ്പെട്ടായിരുന്നു. അവര് അവിടെ താങ്ങും തള്ളൊന്നുമില്ലാതെ നിൽക്കുക. എന്നാ പിന്നെ ചെന്ന് പെണ്ണ് കണ്ടം ഉറപ്പിക്കാവുന്ന വെച്ചു. അത് ശരി. അപ്പൊ അങ്ങനെയാ കാര്യങ്ങളുടെ കിടപ്പ്. അങ്ങനെയൊക്കെ തോന്നാൻ അപ്പാപ്പനൂടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഓ, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ അവിടെ അങ്ങ് അമേരിക്ക വലിയ കുഴപ്പമാ. അല്ലയോടാ? ഞാനിവിടെ പാസ്പോർട്ടും പിടിച്ചോണ്ട് 10-12 കൊല്ലമായിട്ട് തരാ പാരാ നടക്കുക. ഈ പപ്പാ എന്ന് പറഞ്ഞു. അപ്പൻ ഇത് ഈ കാര്യം മനസ്സിലാക്കുക സംസാരിക്കുകയാണെന്നേ. ഗ്രേസി കുട്ടിയുടെ ഫാദറും മദറും ഒക്കെ അങ്ങ് അവിടെ അമേരിക്ക വന്നിട്ടുണ്ടേ. ഇനിയിപ്പോ അപ്പനെ കൂടെ കൊണ്ടുപോകാന്ന് വെച്ചാ വലിയ പ്രോബ്ലമാ. നീ പ്രോബ്ലത്തിൽ നിൽക്കണ്ട. പിന്നെ വീടും പറമ്പും ഒക്കെ വിറ്റ് എന്നെ ആ ചാമക്കലച്ചന്റെ ആശ്രമത്തിലാക്കാമെന്നുള്ള പൂതി ഞാൻ കളഞ്ഞേക്കും. വിക്കലും വാങ്ങലും ഒക്കെ ഞാനങ്ങ് പോയിട്ടെ. എന്താണ് പിള്ളേരെ, പള്ളിക്കൂടം തുറക്കാറായില്ലയോ? ചാച്ചന് അങ്ങോട്ടേക്ക് അത്യാവശ്യമായി ചെല്ലാൻ അമ്മ എന്താ അത്ര വലിയ അത്യാവശ്യം? തൊട്ട് വല്ലവരും കൊണ്ടുപോകുന്നുള്ള പേടിയാ അവന്. ഈ വയസ്സാം കാലത്ത് കല്യാണം കഴിച്ചാൽ പിള്ളേരൊന്നും ഉണ്ടാവത്തില്ലെന്ന് നീ അവരൊന്ന് പറഞ്ഞേരെ. ഞാൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നത്? ഓ, എന്നാ ദുരിയാണോ പറയുന്നത്? എന്നാ പാറപ്പള്ളി പോയിട്ട് വന്നിട്ട് അങ്ങനെ അതിയടികളുണ്ടേ. താഴെ ഇറക്കട്ടെ, ചാച്ചന്റെ പെടലി പിടിക്കുന്നു. അയ്യോ ചാച്ചാ, ഇച്ചിരി കൂടി മോളീനെ കാണാൻ നല്ല രസാ. രസമൊക്കെയാ. രസിച്ച് അപ്പന്റെ തലേ മൂത്രം ഒഴിക്കല്ലേ. അല്ല 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 അല്ല, ചെവിന്ന് വിട്. ചാച്ചാ, ഇന്ന് അവള് കടലിൽ കിടന്ന് മൂത്രം ഒഴിച്ചാണേ. ആ നോട്ടികളെന്തേ അത് പറഞ്ഞപ്പോഴാ എന്നെ ഇതുപോലെ തോളത്തിരുത്തിയാ അപ്പൻ സ്കൂളിൽ കൊണ്ടുവരുന്നേ. ആ സ്കൂളാണെങ്കിൽ അങ്ങ് ദൂരെയാ. വഴി വെച്ച് തിന്നാനായിട്ട് അമ്മച്ചി കൊഴുക്കട്ടയും പലാരവും ഒക്കെ തന്നു വിടുമായിരുന്നു. കൊഴുക്കട്ടയും വായിലിട്ടുണ്ട്. ഞാൻ അങ്ങനെ പോകുമ്പോഴാ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയ. കൊഴുക്കട്ടയും വായിലിട്ടുണ്ട്. താഴേറക്കൊപ്പം താഴെ ഇറക്കാൻ ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കി. അപ്പന് മനസ്സിലായില്ല. പുള്ളിക്കാരൻ വിചാരിച്ചു ഞാനെന്തോ മോഴത്തരം പറയാൻ. ഞാൻ ഒരൊറ്റ കീച്ചങ്ങ് വെച്ചു കൊടുത്തു. അപ്പനാണെങ്കിൽ കത്ത് വിട്ടിട്ടില്ല. ഇതൊക്കെ ശബ്ദം കേട്ടു. പിന്നെ കണ്ണു തുറക്കുമ്പോ വീട്ടിലാ. എന്നാടി പുറകോട്ടും മുമ്പോട്ടും പോവാ? ഇതുപോലെ കാറോ ജീപ്പോ വല്ലോ ആണോ? അതില് കുരുവിയുണ്ടോ? ഒന്നും കൂടെ ഒന്ന് പൊന്തിക്കോ ചാച്ചാ? ആ, ഇനി മതി. അതവിടെ കൂട് കെട്ടുന്നേ ഉള്ളൂ. കൂടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് തള്ളക്കിളി വന്ന് മുട്ടയിടും. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മുട്ടയുടെ തോടൊക്കെ പൊളിച്ച് കുഞ്ഞു കിളികൾ പുറത്തു വരും.
അപ്പൊ ഈ ചേച്ചി പറഞ്ഞല്ലോ കല്യാണം കഴിക്കുമ്പോഴാ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നെന്ന്. മാതാവേ, നിന്നോട് ആരാണ് ഈ കുരുത്തക്കേടൊക്കെ പറഞ്ഞത്? അത് കൊടയപ്പച്ച ചാച്ചനോട് പറയുന്ന കേട്ട് ഇവൾ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ കള്ള പറയുന്നത്. അമ്മ ഇന്നാണ് പറഞ്ഞല്ലോ കല്യാണം കഴിക്കുമ്പോഴേ പിള്ളേരുണ്ടാവുന്നേന്ന്. മതി മതി, കരയണ്ട. അങ്ങനെയൊക്കെ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ പാവമാ. ദൈവത്തിനൊന്നും ഇഷ്ടമല്ല. രണ്ടുപേരും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച്. കർത്താവേ ക്ഷമിക്കണേ.